അപ്പോൾ ഗൈസ് ഷൂട്ടിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് റെഡിയായി താഴേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ട്. നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി ഇപ്പോൾ വരും. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഷൂട്ടിന് എത്തിയിട്ടുള്ളത് കോവളത്താണ്. കോവളം ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലാണ് ഇന്ന് ഷൂട്ട്. അവിടെ രാവിലെ തന്നെ നമ്മുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ക്യാമറയും എല്ലാം പൂജ ചെയ്തു തുടങ്ങുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഷൂട്ടിന് മുന്നേ പൂജയുണ്ടാവും. നല്ല രസമായിരിക്കും അത് കാണാൻ തന്നെ. പൂജയൊക്കെ കണ്ട് ഐശ്വര്യത്തോടെ ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഫീലായി. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി സീരിയലിൻ്റെ ഒരു ദിവസത്തെ തുടക്കം. അപ്പോൾ ഇന്നത്തെ പൂജയൊക്കെ കഴിഞ്ഞു. പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഭക്ഷണം അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ചാണ് ഷൂട്ട്. ഇത് കോവളം തീരത്ത് തന്നെയുള്ള സമുദ്ര റിസോർട്ടിൻ്റെ തീരത്ത് തന്നെയുള്ളൊരു ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പാണ്. അവിടെ നോനൂസിൻ്റെ കൂടെ കളിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഏത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നോനൂസിൻ്റെ കൂടെ കളിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ലോക സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ നൈനൂസിൻ്റെ എവർ ഫേവറേറ്റ് ആണ് ഇപ്പോൾ കല്യാണി. എപ്പോഴും ഈ ഒരു സംഭവം എടുത്തിട്ട് മൂക്കിൽ വെച്ച് ഞാൻ കല്യാണിയാണ്, ഞാൻ ചന്ദ്രയാണ്, ഞാൻ നീലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരോടും നടത്തുക. ഇത് എല്ലാവരെയും കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നൈനൂസിനെ ഷൂട്ടിന് വിളിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നൈനൂസിൻ്റെ ഫേവറേറ്റ് ഫ്രണ്ട്സ് ചേട്ടന്മാരൊക്കെ വന്നിട്ട് നൈനൂസിൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, നീലിയുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈനൂസിൻ്റെ സീരിയലിലെ അച്ഛനെയും അമ്മേനെയും കാണാം. അപ്പോൾ ഷൂട്ട് തുടങ്ങി ഗൈസ്. നല്ലോണം വേർക്കുന്നുണ്ട്, എനിക്കും വേർക്കുന്നുണ്ട്. നോനൂസ് നല്ല സുഖമുണ്ട്, നല്ല കാറ്റുണ്ടാ. ഇതാണ് നോനൂസിൻ്റെ കുട്ടി ഫാൻ. ഇരിക്കുമ്പോൾ എഴുതിക്കൂലേ കുഞ്ഞു കുട്ടികളെ എഴുതിക്കൂലേ? കുഞ്ഞിനെ വിളിച്ച പോലെ എന്നാ പോയിക്കോ മോൻ എന്നാ ഓഫാക്കി വെച്ചോ. നോനുവിൻ്റെ ഷൂട്ടിൻ്റെ ടൈമായി. നോനു പോവാണ്. സെൽഫി എടുക്കുന്ന ആണോ? എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നൈനൂസിന് ഏറ്റവും ഫേവറേറ്റ് മുത്തശ്ശിയായിരുന്നു. എപ്പോഴും മുത്തശ്ശിയുടെ കൂടെ തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നൈനൂസിൻ്റെ കാര്യം പിന്നൊന്നും പറയാനൊന്നുമില്ല. നൈനൂസ് ഒരേ ഡാൻസിങ് ആയിരിക്കും. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എല്ലാവരോടും സംസാരിച്ച് മിണ്ടിയും പറഞ്ഞിരിക്കാറാണ് നൈനൂസിൻ്റെ മെയിൻ പരിപാടി. കുറേ സമയം ഒറ്റക്കും കളിക്കും. പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ എല്ലാ ആൾക്കാരോടും പോയിട്ട് അവിടെ ആരൊക്കെ ഉണ്ടോ കാണുന്നവരോടൊക്കെ മിണ്ടും സംസാരിക്കും. അതുപോലെ തന്നെ എല്ലാവരും നൈനൂസിനെ കണ്ടു കഴിഞ്ഞാലും നൈനൂസിനോട് ഇങ്ങനെ മിണ്ടിയിരിക്കും. ഈ ഒരു നല്ല രസമാണ്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് ഈ ഒരു കോവളത്ത് തന്നെ വരുന്നത്. ഇവിടെ അധികം ഭയങ്കരമായിട്ടുള്ള തിരക്കൊന്നും കാണാറില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ആൾക്കാർ ഈവനിങ് ഒക്കെ വരാറുണ്ട്. നൈനൂസിന് അവിടെ നിന്ന് നമ്മളൊരു കൈറ്റ് വാങ്ങി. അത് കിട്ടിയതിന് ശേഷം പിന്നെ ഒരു രക്ഷയില്ലാതെ സന്തോഷമായിരുന്നു. ഫുൾ ടൈം കൈറ്റ് ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് കുറേ സമയം കളിച്ചു. നീ മെല്ലെ മെല്ലെ ലൂസ് ആയിക്കോട്ടാ, വിട്ടുപോലെ എന്നാൽ അങ്ങനെ ലൂസ് ആയിക്കോ. ഇപ്പോൾ താഴെ പോവാ കുറച്ച് ലൂസാക്കിക്കോ. മുകളിൽ പോട്ടെ. ആക്കേനെയാ പോട്ടെ പൊങ്ങി പോട്ടെ. കൈറ്റാ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കളിക്കേ. നമുക്ക് പൊട്ടിച്ചാലോ കാട്ടം? കൈറ്റ് പൊട്ടിച്ചിട്ട് പറത്തി വിട്ടാലോ? വേണ്ട.
കയറ്റൊക്കെ കളിച്ച് മടുത്തതിന് ശേഷം പിന്നെ നൈനൂസ് അവിടെ നിന്ന് പാർക്കിന് കൊടുക്കാൻ കളിച്ചു. പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും നൈനൂസിനെ കളിപ്പിക്കാൻ അത്യാവശ്യം അവിടെ ഇവിടെ ആൾക്കാരെ കിട്ടും. ഇവരൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നൈനൂസിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമ്മൾ റൂമിലെത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് നല്ലൊരു പാർക്കിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഗൈസ്.